ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു മശീഹായുടെ ഈ സാന്ത്വന കൂടാരത്തിലേക്ക് സ്നേഹാദരോടുകൂടി വന്ദനം. ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 26 വരെ ഉള്ള ഭാഗത്ത് യേശു ഒരു അന്ധനായ മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നുണ്ട്. യേശുവിൻ്റെ ഒരു സ്പർശനം എല്ലാവർക്കും ആവശ്യമാണ്. മുമ്പോട്ട് ജീവിക്കുമ്പോൾ ഇത്തിരി പതറിപ്പോകുന്ന ഇടറിപ്പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പകച്ചു നിൽക്കുന്ന ഓരോരുത്തർക്ക് അവൻ്റെ ആ സ്പർശനവും അവൻ തരുന്ന കൃത്യമായും വ്യക്തമായുള്ള കാഴ്ചയും ആവശ്യമാണ്. അങ്ങനെ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഈ ഒരു അത്ഭുത സംഭവത്തിൻ്റെ വിവരണം മർക്കോസ് സുവിശേഷകൻ ആരംഭിക്കുന്നത് കുറച്ച് ആളുകൾ ചേർന്ന് യേശുതമ്പുരാൻ്റെ അടുത്തേക്ക് ഒരു അന്ധനായ മനുഷ്യനെ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർക്കറിയാം യേശുവിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒത്തിരി അത്ഭുത പ്രവർത്തനങ്ങൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇതിനോടകം തന്നെ പലരും അവരുടെ അന്ധതയിൽ നിന്ന് അവർ കാഴ്ചയിലേക്ക് മാറിയിട്ടുണ്ട്. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. ആ ബധിരരായ ആളുകളൊക്കെ ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ സംഗീതം കേട്ടു തുടങ്ങിയിട്ടുണ്ട്. മുടന്തരൊക്കെ നൃത്തം ചവിട്ടി തുടങ്ങിയിട്ടുണ്ട്. അവർക്കെല്ലാം ഉറപ്പായിരുന്നു യേശു ഈ തീർച്ചയായിട്ടും തൻ്റെ ദൈവിക ശക്തി ഉപയോഗിച്ച് ഈ അന്ധനായ മനുഷ്യനെയും കാഴ്ചയുള്ളവനാക്കി മാറ്റി, ഒരു സംശയമില്ല. അങ്ങനെയാണ് 4-5 ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഈ അന്ധനായ മനുഷ്യനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. വിചിത്രമായൊരു കാര്യം, അവർ ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത് കാഴ്ചയില്ലാത്ത ഒരുവനാണിവൻ, അങ്ങ് ഇവന് കാഴ്ച കൊടുക്കണമെന്നല്ല. രോഗത്തിലും പ്രയാസത്തിലും വലഞ്ഞ് തളർന്നു കിടക്കുന്ന ഒരാളെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ 3-4 ആളുകൾ ചേർന്ന് ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ അവർ പറയുക, പിന്നെ തളർന്നു കിടക്കുന്നവനായിരുന്നു, അല്ലെങ്കിൽ കൈയൊടിഞ്ഞ് ഇരിക്കുന്നവനായിരുന്നു, കേൾവിശക്തി പോയവനായിരുന്നു, കാഴ്ചയില്ലാതായി. ആ രോഗവിവരം പറഞ്ഞ് വേഗം ഒരു ശമന മാർഗത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുക. എന്നാൽ ഇത്തിരി വിചിത്രമാണ് കാര്യങ്ങൾ. ഇവിടെ കൊണ്ടുവന്ന ആളുകൾ ഇവൻ അന്ധനാണെന്നോ ഇവന് കാഴ്ച കിട്ടണമെന്നോ ആവശ്യപ്പെടുന്നില്ല. മറിച്ച് യേശുവിനോട് അവർ ആവശ്യപ്പെട്ടു, ഗുരു അങ്ങ് ഇവനെ ഒന്ന് തൊടണമെന്നാണ്. എന്തൊരു പ്രതീകാത്മകമായ ഒരു സമീപനമായിരുന്നു അത്. യേശു എന്ന് പറയുന്ന ആ വലിയ സ്നേഹ അനുഭവത്തിൻ്റെ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങളൊക്കെ അപ്രസക്തമാകുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളുമൊക്കെ എനിക്ക് അപ്രസക്തമാകുന്നുണ്ട്. മറിച്ച് അങ്ങനെ ഒന്ന് തൊട്ട് ആശീർവദിക്കാമോ, അങ്ങയുടെ ഒരു ആശീർവാദം എനിക്ക് മതി. അത്തരം ഒരു വലിയ കാര്യത്തിലേക്ക് മാറുക. അപ്പോൾ യേശുവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഓരോരുത്തരും ഒന്ന് നമ്മളെ ഒരുക്കണം. ആ യേശുവിൻ്റെ ആശീർവാദം നമ്മുടെ തലയ്ക്ക് മീതെ വരാൻ പാകത്തിന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കണം. ഫ്രാൻസിസ് പാപ്പയായതിനു ശേഷം അവിടെ നൽകിയ ആശീർവാദം ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്ക് മീതെ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പരിശുദ്ധ പാത്രികീസ് ബാവ, പുതിയ പാത്രികീസ് ബാവ സ്ഥാനാരോഹണം ചെയ്ത ആ സ്ഥാനത്തിലേക്ക് വന്നതിന് ശേഷം നൽകിയ ആശീർവാദം അവിടെ കൂടിയ ഒരാൾക്കൂട്ടത്തിന് മാത്രമായിരുന്നില്ല, ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും ഭൂമിയിലെ പ്രപഞ്ചത്തിനും മീതെയാവാം. എന്നതുപോലെ യേശുവിൻ്റെ മുമ്പാകെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ സ്വപ്നങ്ങളൊക്കെ അപ്രസക്തമാകും. മറിച്ച് അങ്ങനെ ഒന്ന് തൊടണമെന്ന ആവശ്യത്തിലേക്ക് നമ്മൾ ചുരുങ്ങുകയല്ല, നമ്മൾ വളരുകയാണ്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും സ്വപ്നങ്ങളെ മാറ്റിവെച്ച് കാര്യങ്ങൾ കുറേ കൂടി ചുരുക്കുകയല്ല, കാര്യങ്ങൾ കുറേ കൂടി വിപുലപ്പെടുത്തി വളരുകയാണ്. കാരണം അങ്ങനെ ഒന്ന് തൊടണം. അത്തരം ഒരു ആവശ്യവുമായിട്ടാണ് ഈ അന്ധനെ എന്തായാലും ആളുകൾ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റങ്ങളാണ് സംഭവിക്കുക. നമ്മളൊക്കെ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഓരോ കാലത്ത് ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആകെ മാറിപ്പോകുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ കുറേ കൂടി യേശുവിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്ന വിധത്തിലാണോ, യേശു പക്ഷത്തിലേക്കാണോ എന്ന് നമുക്കൊരു പുനർവിചാരമൊക്കെ ആവശ്യമാണ്. ജനുവരി ഒരു പുതുമയുടെ, ഒരു ഉത്സാഹത്തിൻ്റെ, ഇത്തിരി തണുപ്പിൻ്റെയൊക്കെ ഒരു മാസമാണ്. നമുക്കറിയാം പതിയെ ചൂടിലേക്കാണ് പോകുക. ഫെബ്രുവരി, മാർച്ച് എന്നൊക്കെ പറഞ്ഞാൽ ചൂടിലേക്കുള്ള യാത്രയാണ്. അകത്ത് പക്ഷേ ചൂട് വരാത്ത വിധത്തിൽ യേശു എന്ന് പറയുന്നൊരു വിചാരത്തിൻ്റെ തണുപ്പിൽ കാര്യങ്ങളെ ഒന്ന് കാണാനായിട്ട്, കാര്യങ്ങളെ ഒന്ന് എതിരിടാനും നേരിടാനും മറികടക്കാനും നമുക്ക് പറ്റണ്ടേ.
അപ്പോൾ ഓരോ കാര്യങ്ങൾ, ഓരോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഗുണപരമായൊരു വളർച്ചയിലേക്കും മാറ്റത്തിലേക്കുമാണ് നമ്മൾ പോവുക. അതോ നമ്മൾ ദോഷകരമായ ചില ചെറിയ അനുഭവങ്ങളിലേക്ക് കുരുങ്ങിപ്പോവുകയാണ് ചെയ്യുക. വനത്തിനുള്ളിലെ സംഭവമായിരുന്നു, പുലികളുടെ കല്യാണമായിരുന്നു. പുലികളുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. പുലി എന്ന് പറയുന്നത് തന്നെ വലിയ സംഭവമാണ്. അടുത്ത കാലത്തും ഒരു കൊച്ച് സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാം പോയിട്ട് വന്നു. എവിടെയാണ് പോയെന്ന്? മൃഗശാലയാണ്. മൃഗശാലയിൽ പോയിട്ട് വന്നതിന് ശേഷം പറഞ്ഞ ആദ്യത്തെ വിശേഷം സിംഹത്തെ കണ്ടു എന്നുള്ളതാണ്. അതിങ്ങനെ നടക്കുക എങ്ങനെയുണ്ടോ, അവനൊരു പുലിയാണെന്നാണ് പറയുക. സിംഹത്തെ പോലും ഇപ്പം നമ്മുടെ നാട്ടുഭാഷ അനുസരിച്ച് പുലിന്ന് പരിചയപ്പെടുത്തേണ്ട ഗതികേടില്ല. അതൊരു പുലിയാണ് കേട്ടോ. പുലി ഇപ്പം പുപ്പുലിയായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും വനത്തിനുള്ളിൽ പുലികളുടെ കല്യാണ തലേന്ന് രാത്രി ഭയങ്കരമായ ആഘോഷമാണ്. പുലികളൊക്കെ ഭക്ഷണത്തിന് മുമ്പായിട്ട് ആഘോഷത്തിൻ്റെ അവസാന ഭാഗത്ത് നടുത്തളത്തിൽ ഒന്നാം തരം നൃത്തം ചവിട്ടുക. നൃത്തമൊക്കെ തകൃതിയിലായി അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് അവർ നോക്കിയത് ഇതിനിടയിൽ എലിയും കൂടെ വന്ന് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവനാരാ? ആദ്യമൊക്കെ ഒരു മൈൻഡ് ചെയ്തില്ല, പോട്ടെ, നമ്മുടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ രാത്രിയിൽ ആരെങ്കിലുമൊക്കെ പങ്കുചേർന്നോട്ടെ ഈ കാര്യത്തിൽ. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി നമ്മളെക്കാൾ ഇക്കാര്യത്തിൽ ഷൈൻ ചെയ്യുന്നത് ഈ ലെവനാണ്, എലിയ. ഇതിനി വിട്ടാൽ ശരിയാവത്തില്ല. പിടിച്ച് ചെവിയെ തൂക്കിയെടുത്ത് പറഞ്ഞു, വലിച്ചെറി, ഇത് പുലികളുടെ മടയാണ്, താവളമാണ്. ഇത് ഞങ്ങളിൽപ്പെട്ട ഒരു പുലിയുടെ കല്യാണമാണ് നാളെ, ഇത് ഞങ്ങളുടെ ആഘോഷമാണ്. ഇവിടെ നിനക്കെന്താ ഇത്ര കാര്യം? എലി പതിയെ ആ പിടിച്ചു തൂക്കിയ ചെവിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുലിയുടെ പിടുത്തം വിടാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമത്തിനിടയിൽ പറഞ്ഞു, ഉവ്വ്, എല്ലാം എനിക്ക് മനസ്സിലായി, ഞാനും ഒരു പുലിയായിരുന്നു കല്യാണത്തിന് മുമ്പ്, ഇപ്പം എലിയായി പോയതാണ്. നമ്മൾ ഓരോ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് ശേഷം ഗുണപരമായിട്ട് വളരുകയാണോ ദോഷപരമായിട്ട് നമ്മൾ കുറുകയാണോ ചെയ്യുക? അവിടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ കുറേ അപരധിക്കേണ്ടത്. യേശുവിലേക്കൊരു ചായ്വിലാണ് ഓരോരുത്തരുടെയും ജീവിതം. ചാഞ്ഞു നിൽക്കുന്ന ഒരു മരത്തെ വെറുതെ സങ്കല്പിച്ചാൽ നമുക്ക് ഒരു ശാസ്ത്രീയ പഠനവും കൂടാതെ പറയാൻ പറ്റും, മരം വീഴും എപ്പോഴെങ്കിലും. വലിയ കൊടുങ്കാറ്റൊന്നും അടിക്കേണ്ട ആവശ്യം വരില്ല. ഒരു ചെറിയ കാറ്റടിച്ചാൽ തന്നെ എന്തെങ്കിലും മരം വീഴും. വീഴുന്നത് എന്തായാലും ഈ ദിശയിലേക്കാണ്. കാരണം എന്താ? മരത്തിൻ്റെ ആ ചെറിയ ചെറിയ ചായ്വ് എങ്ങോട്ടാണെന്ന് നോക്കാനായിട്ട് വലിയ ദൂരദർശിനിയും ആവശ്യമില്ല, PhD ബിരുദവും ആവശ്യമില്ല. എന്നതുപോലെ എൻ്റെ ഈ കാലം വരെയുള്ള ജീവിതത്തിലെ ചായ്വ് എങ്ങോട്ടാണ് എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും അവസാനത്തെ വീഴ്ച വരിക. അത് യേശുവായാൽ ഞാൻ മോക്ഷത്തിലേക്കാണ്, നിത്യതയിലേക്കാണ്. അവൻ്റെ ഒരു സ്പർശനത്തിന് വിധേയമാക്കാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിനയത്തോടെ വിധേയപ്പെടുത്തുക. നമ്മൾ സ്വയം ഒന്ന് ചെറുതാകുക. ഇവിടെ ചെറുതാകേണ്ടത് ഇത്തിരി ഇരുട്ടിനകത്താണ് ഞാനെന്ന് തുറന്നു പറയാനുള്ള ഒരു തിരിച്ചറിവും വിനയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു പുതുവർഷം അതിൻ്റെ ആദ്യ മാസം ഓരോ ആഴ്ചയും നമ്മൾ ഇങ്ങനെ പിന്തള്ളി മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം ഒരു ഊർജ്ജമാണ് നമ്മൾ വന്ന് നിറയേണ്ടത്. ചെറുപ്പക്കാർ 3-4 പേര് അന്ധനായ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആവശ്യപ്പെട്ടതാണ് ഏറ്റവും വിചിത്രം, ഇവനെ അങ്ങൊന്ന് തൊടണം. അപ്പോൾ യേശുവിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾക്ക്, എൻ്റെ സ്വപ്നങ്ങൾക്ക്, എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക്, ദുരന്തങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അതെല്ലാം അപ്രസക്തമാകും. മറിച്ച് അവിടുത്തെ ഒരു ആശീർവാദം മാത്രമാവും വലുത്. അപ്പോൾ യേശു എന്താ ചെയ്തേ? വചനം വായിച്ചാൽ മനസ്സിലാവും. യേശു അവനെ ആൾക്കൂട്ടത്തിൽ നിന്ന് കയ്യെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. നമ്മൾ എപ്പോഴും എങ്ങനെ ഒരു ആൾക്കൂട്ടത്തിനകത്ത് മാത്രം ജീവിച്ചാൽ മതിയോ? ആൾക്കൂട്ടത്തിനകത്തല്ല ഇപ്പോഴും നമ്മൾ. ആൾക്കൂട്ടം വിട്ടുള്ള ഒരു ജീവിതം നമുക്കില്ല. അല്ലെങ്കിൽ അത് അന്ധകാരത്തിനകത്തെ സ്വകാര്യ ജീവിതമാണ്. ഒന്നെങ്കിൽ അങ്ങനെയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യനും ദൈവത്തിനും വരാനോ വന്ന് കാണാനോ പറ്റാത്ത വിധത്തിൽ അത്ര മോശം ജീവിതമായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ആൾക്കൂട്ടത്തിനകത്താണ്. ഈ ആൾക്കൂട്ടത്തിനകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു നിലപാടില്ലാതെ പോകുന്ന ജീവിതം, ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് നമുക്കൊരു കേപ്പബിലിറ്റി ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ആൾക്കൂട്ടത്തിനകത്തെ ജീവിതത്തിൻ്റെ ഒരു ദുരിത ഫലം എന്ന് പറയുന്നത്. അവനവൻ ഒറ്റയ്ക്ക് നിൽക്കാനുമായിട്ടൊന്ന് പറ്റണ്ടേ. യേശു പതിയെ അവനെ ആൾക്കൂട്ടത്തിൽ നിന്ന്, അവനെ കൊണ്ടുവന്ന ആൾക്കാരിൽ നിന്നൊക്കെ അവനെ അകറ്റിക്കൊണ്ട് പോയത് ഏതെങ്കിലുമൊക്കെ നേരത്തും കാലത്തും നീ ഒറ്റയ്ക്കൊന്നാവണമെന്ന് ഓർമ്മപ്പെടുത്താനാണ്. യേശുവിൻ്റെ ചരിതമാണ് സുവിശേഷം. 89 അധ്യായങ്ങളേ ഉള്ളൂ. വലിയൊരു പുസ്തകമാണ് വേദപുസ്തകം. നമ്മൾ ധരിച്ച് ഇത് മുഴുവനൊക്കെ വായിക്കാനും ധ്യാനിക്കാനും ആരെക്കൊണ്ട് പറ്റും, ആർക്ക് നേരം കിട്ടുമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ എത്ര കാലം ഇതിൽ നിന്നൊക്കെ അകന്നു പോയിട്ട്. മറിച്ച് 89 അധ്യായം മാത്രമേ സുവിശേഷമോ. മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള എഴുത്തുകാരെഴുതിയത് 89 അധ്യായങ്ങളാണ്. വെറുതെ എന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. യേശു മിക്കവാറും സന്ധ്യാനേരങ്ങളിൽ, സായന്തനങ്ങളിലൊക്കെ സ്വസ്ഥതയിൽ മലമുകളിലേക്ക് പ്രാർത്ഥിപ്പാനായിട്ട് പോവുക. പിതാവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് മടങ്ങിപ്പോകുന്ന എന്തിനാണ്?
ഓരോ ദിവസത്തെയും പ്രവർത്തനത്തിന് കിട്ടിയ ഊർജത്തിന് നന്ദി പറയാനാണ്. ഒപ്പം അടുത്ത ദിവസത്തെ പ്രവർത്തനത്തിനുള്ള ഒരു റീചാർജിങ് കൂടിയാണ്. ഈ ഒരു വർഷം പൂർത്തിയാക്കാൻ പോലും നമുക്ക് പറ്റുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഒന്ന് തൊടണമെന്ന് അവനോട് പറയാനായിട്ട് നമ്മളൊന്ന് തയ്യാറാവുക. എന്നെ ഒന്ന് തൊടണം. അവനെ ഊരിന് വെളിയിലേക്ക് ആൾക്കൂട്ടത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾ എന്ത് അത്ഭുതമാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോവുക, തങ്ങൾ എന്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോവുക, അത്തരമൊരു ഉദ്യോഗത്തിൽ, അത്തരമൊരു ആകാംക്ഷയിൽ മുഴുവൻ ആളുകളും യേശുവിനെയും ഈ അന്ധനായ മനുഷ്യനെ പിന്തുടർന്നിട്ടുണ്ടാവും. വെളിയിലെത്തിയതിന് ശേഷം യേശു അവനെ തൊടുകയാണ്. യേശു അവന് സൗഖ്യം കൊടുക്കുകയാണ്. അവന് സൗഖ്യം കൊടുത്തു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിലത്ത് തുപ്പി, അവൻ്റെ കണ്ണിൽ തുപ്പി, അവൻ്റെ ശിരസിൽ അവനെ തൊടുകയാണ്. അങ്ങനെയാണ് പറയുക. അവന് ഔഷധവും കൊടുത്തു, ഒപ്പം അവന് ആശീർവാദവും കൊടുത്തു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ ഇപ്പം എന്താ കാണുന്നേ? അതുവരെ ആ മനുഷ്യൻ അന്ധനായിരുന്നുവെന്ന് ഈ ഒരു സംഭവം വായിച്ചു പോകുന്ന ഓരോരുത്തർക്കും വ്യക്തമാവും. നീ ഇപ്പം എന്താ കാണുന്നേ? അപ്പോഴാണ് അവൻ പതിയെ അവൻ്റെ പരിസരത്തെ അവൻ നോക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം വന്ന് നിറഞ്ഞിട്ടുണ്ട്, യേശുവിനും അവനും ചുറ്റിനുമായിട്ട്. അവൻ പതിയെ പറയുകയാണ്, ഞാൻ മനുഷ്യരെ കാണുന്നു, പക്ഷേ അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, നടക്കുന്നു, നിൽക്കുന്നു. അപ്പം മനുഷ്യരെ കാണുകയും അവർ മനുഷ്യരാണെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടാതെ പോവുകയും ചെയ്താൽ ഇതെൻ്റെ അനുജനായ ഹാബേലാണെന്നുള്ള ധാരണ കായന് എപ്പോൾ നഷ്ടപ്പെട്ടോ അപ്പോൾ മുതൽ കായൻ അന്ധനായില്ലേ? കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നതിനെ ആസ്പദമാക്കുക. അതുകൊണ്ടാണല്ലോ യെശയ്യാ പ്രവചനത്തെ ആസ്പദമാക്കി യേശുതമ്പുരാൻ നമ്മുടെ മീതെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങൾ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലല്ലോ, നിങ്ങൾ കാതുണ്ടായിട്ടും കേൾക്കുന്നില്ലല്ലോ, നിങ്ങൾ ഹൃദയമുണ്ടായിട്ടും ഉള്ളിലൊന്നും സൂക്ഷിക്കുന്നില്ലല്ലോ. അത് നമ്മളെക്കുറിച്ച് തന്നെയുള്ളൊരു ഒരു പരാതി പറച്ചിലായി മാറി. യേശുമൊത്തുള്ളൊരു ജീവിതമാകുമ്പോൾ ഒരു വെളിച്ചത്തിലേക്ക് വരണം. വെളിച്ചത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ഒരു സ്പർശനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ കാഴ്ച കുറേ കൂടി വിപുലപ്പെടും. അപ്പോഴാണ് കാഴ്ചയിൽ ഇതുവരെ നമ്മൾ അറിയാതെ പോയ വൈകല്യങ്ങളെക്കുറിച്ച് നമുക്ക് ധാരണ വരിക. തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരെ കാണുന്നത് ഈ പ്രകാരമായിരുന്നു. എപ്രകാരം? അവർ മനുഷ്യരല്ല, മറ്റാരൊക്കെയാണ്, മൃഗങ്ങളായിട്ടൊക്കെയാണ് നമ്മൾ അവരെ കാണുന്നതല്ലേ. അപ്പോൾ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാനായിട്ടുള്ള ഒരു പ്രകാശത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഷൂസെ സരമാഗോ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് എഴുത്തുകാരൻ്റെ നോബൽ പ്രൈസൊക്കെ കിട്ടിയ ഒരു വലിയ എഴുത്തുകാരനാണ് അദ്ദേഹം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ദ ബ്ലൈൻഡ്നെസ്, അന്ധത എന്ന് പറഞ്ഞ ഇത്തിരി വലിയൊരു മനോഹരമായ ഒരു പുസ്തകമുണ്ട്. വെറുതെ ഒന്ന് വായിച്ചാൽ തന്നെ ആരംഭ ഭാഗത്തൊക്കെ നമുക്ക് ഭയങ്കരമായ ഭാരം തോന്നും. കാരണം പെട്ടെന്നാണ് ഓരോ മനുഷ്യരിങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് അന്ധരായിട്ട് മാറുന്നത്. അന്ധത ഒരു പ്രദേശത്തെ മുഴുവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഭയാനകമായ ചില ഇടപെടലുകളും അന്തരീക്ഷങ്ങളും ഒക്കെയാണ് അന്ധത എന്ന് പറഞ്ഞ നോവൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അന്ധതയിൽ നിന്ന് നമുക്കൊരു പ്രകാശത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു വലിയ രക്ഷയുടെ മോക്ഷത്തിൻ്റെ മാർഗമാണ് യേശു. അവനോടൊത്ത് ജീവിപ്പാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് അവനവൻ്റെ ആയുസ്സിൽ കിട്ടുന്ന ഓരോ പുണ്യദിനങ്ങളെയും വിനിയോഗിക്കേണ്ടതാണ്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെയൊരു വചനം പിതാവാം ദൈവം യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് യേശുവിൻ്റെ ജ്ഞാന സമയത്ത്, മാമോദീസയുടെ സമയത്താണ്. ഇവനെൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ അത്തരമൊരു വചനം കേൾക്കാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. യേശുവിന് മാത്രം കിട്ടിയ ഒരു വലിയ അനുഭവമോ അംഗീകാരവുമല്ല. യേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ഓരോരുത്തർക്ക് യേശുവിൽ നിന്ന് ഇനി കിട്ടാൻ പോകുന്ന ഒരു അനുഭൂതി കൂടിയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അല്ലെങ്കിൽ ഇവൻ എൻ്റെ പ്രിയപുത്രി, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഓരോ പുതുവർഷ ദിവസങ്ങളെയും ജീവിതത്തിൽ ആയുസ് കിട്ടുന്ന ഓരോ പുണ്യ ദിനത്തെയും ഇപ്രകാരം ജീവിച്ച് ഇതുപോലെ ഒരു ഉത്തരവ്, ഒരു കണ്ടെത്തലും ആശീർവാദവും മുകളിൽ നിന്ന്, തമ്പുരാനിൽ നിന്ന് സ്വന്തമാക്കാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രനും പുത്രിയുമാണെന്നുള്ള ധാരണയിൽ ജീവിതത്തിലെ ഓരോ ദിവസവും ആരംഭിക്കേണ്ടതും, ആ പകലിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് ശേഷം നമ്മളൊന്ന് കൈകൂപ്പി പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിനായിട്ട് കാതോർക്കുമ്പോൾ അവിടെ നിന്ന് ഈ ദിവസത്തെ പ്രവർത്തനത്തിൽ ഞാൻ ഇവളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള അവസാന ഭാവം കേൾക്കേണ്ടതാണ്. അങ്ങനെയാണ് ഓരോ ദിവസത്തെയും നമുക്ക് മുമ്പോട്ട് പറഞ്ഞു വിടാൻ പറ്റുക.
നമ്മുടെ ഒരു പ്രത്യാശ നിറഞ്ഞ ജീവിതം തന്നെ മറ്റെന്തുമാത്രം ആളുകൾക്ക് പ്രചോദനമായി മാറുന്നുണ്ടെന്നറിയോ? ആ ഒരു പ്രത്യാശ നമ്മൾ പോലും അറിയാതെ, ബോധത്തോടെ അല്ലാതെ പലരിലേക്ക് പ്രവഹിക്കുന്നുണ്ട്, വലിയൊരു പ്രചോദനമായിട്ട്. അത് ബോധ്യപ്പെടാൻ പാകത്തിന് കുറച്ചും കൂടി ആളുകളെ ഒരു ക്രിസ്തു അവബോധത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും, സംശയമില്ലാത്ത കാര്യമാണ്. ഈ കാലം വരെ നമ്മൾ ഇത്തിരി ഇരുട്ടിലാണ് ജീവിച്ചത് എന്നുള്ള ഒരു തിരിച്ചറിവും ഒരു ഏറ്റുപറച്ചിലും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഈ കുമ്പസാരം എന്ന് പറയുന്ന ആ വലിയ കൂദാശയുടെ പുണ്യത്തിലേക്ക് എത്ര ആളുകളാണ് തികച്ചും സത്യസന്ധമായിട്ട് പ്രവേശിച്ചിട്ടുള്ളത്? ഒരു നിർബന്ധിത അനുഭവം എന്ന നിലയിലാണ് നമ്മൾ പോവുക. അവിടെ ഒരുപക്ഷെ നമ്മൾ അന്ധകാരത്തിലായിരുന്നു എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞ് നമ്മളെല്ലാം അവസാനിപ്പിക്കും. കുറേ കൂടി കാര്യങ്ങളെ ഒന്ന് അപഗ്രഥിച്ചെടുക്കാനായിട്ട്, വന്നുപോയ ഇടർച്ചകളെ ഒന്ന് എണ്ണിയെടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ഓരോന്നിനെയും ഓർത്ത് ഇത്തിരി ഒന്ന് പശ്ചാത്തപിക്കാനായിട്ട് പറ്റണം. പിന്നെ നമ്മൾ ചിന്തിക്കണം, എങ്ങനെയാണ് ഇങ്ങനെ ഇടറിപ്പോയത്? എന്തെല്ലാം മെച്ചങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ഈ നല്ല മൂല്യങ്ങളെയൊക്കെ ബലി കൊടുത്തത്? ഇനി എവിടെ നിന്നാണ് ഇത്തരം ഒരു അനുഭവത്തിലേക്ക് ഇനിയും വീണു പോകാതെ മാറി ജീവിക്കാനായിട്ടുള്ള ഊർജം കിട്ടുക? അങ്ങനെ ഒരു ബോധപൂർവമുള്ള ഒരു ശ്രമകരമായ ജീവിതമാണ്. ഒരു തീവണ്ടിക്ക് ഒരിക്കലും ആ പാളം വിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. തീവണ്ടിക്ക് ആഗ്രഹം, കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയുണ്ട്, ഇതിന് ആഗ്രഹമുണ്ട്, ഇടയ്ക്കൊന്ന് മാറിപ്പോയാൽ എന്താ, എന്നും ഞാൻ ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനകത്ത് എന്താ ഒരു സുഖം. പക്ഷേ ആ ഒരു വണ്ടിക്ക് ഈ ഒരു പാളം വിട്ടൊരു ജീവിതമില്ല. ഒരു യേശു വഴികളിലൂടെ യേശുവിലെത്താനുള്ള, യേശു എന്ന മാർഗത്തെ ലക്ഷ്യത്തെയൊക്കെ മുന്നേ കണ്ട് ജീവിക്കുന്ന ആൾ ഒരുപാട് വഴികളൊന്നുമില്ല, ഏകദേശം സമാനമായ വഴികളാണ്. ആ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ തടസ്സമായി മാറുന്ന, ഇരുവശങ്ങളിലേക്ക് നമ്മളെ വ്യതിചലിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു നല്ല കുമ്പസാരത്തിൻ്റെ അനുഭവം ഓരോ മനുഷ്യരുടെയും ജീവിതത്തിനകത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആവശ്യം വരുമ്പോഴൊക്കെ ഒരു വൈദികൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്താനായിട്ടുള്ള ഒരു വിനയവും വിശ്വാസവും വിശകലന മനസ്ഥിതിയൊക്കെ ഓരോരുത്തരും സ്വന്തമാക്കേണ്ടതുണ്ട്. അങ്ങനെ അന്ധനായ മനുഷ്യൻ കുറച്ചാളുകൾ യേശുവിൻ്റെ അടുത്തെത്തുക, അന്ധത മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നതിന് പകരം ഇവനെ അങ്ങ് തൊടണമെന്ന് ആവശ്യപ്പെടുക. ഈ പുതുവർഷത്തിലെ 12 മാസവും നമുക്കുള്ള ഒരു പൊതു പ്രാർത്ഥന അതാവണം, അങ്ങനെ ഒന്ന് തൊടണം, അങ്ങനെ തൊട്ടുകൊണ്ടേയിരിക്കണം. ഒരു വയോധികനായ ഒരു ഗുരുവിനെ ഒരു പ്രായത്തിൽ വളരെ കുറഞ്ഞ ഒരു ശിഷ്യൻ ഇങ്ങനെ കൈപിടിച്ച് നടത്തുകയാണ്. വയോധികനായ ഗുരുവിന് ഒരുപാട് അസുഖങ്ങളുമുണ്ട്. എപ്പോൾ വീണമെങ്കിലും വീണു പോകാൻ സാധ്യതയുള്ള ആളാണ് വയോധികൻ. നൂർന്ന് പോലും നടക്കാനായിട്ട് പ്രായവും രോഗവും ശരീരത്തിൻ്റെ അവശതയെ അനുവദിക്കുന്നില്ല. അങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ഈ മനുഷ്യന് പക്ഷേ ഒരു ചെറിയ ആൾ പിടിച്ച് നടത്തുന്നതിനകത്തും ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടെന്ന് വെച്ചു. ചോദിച്ചു, വീഴാതിരിക്കാൻ വേണ്ടിയാണോ നീ എന്നെ പിടിച്ച് നടത്തുന്നത്? ചോദ്യത്തിനകത്തൊരു സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും ഇത്തിരി കുറുമ്പും ഉണ്ടായിരുന്നു. വീഴാതിരിക്കാൻ വേണ്ടിയാണോ നീ എൻ്റെ കയ്യിലിങ്ങനെ മുറുകെ പിടിച്ച് നടത്തുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ പിടിവിട്ട്, ഞാൻ നടന്നോളാം. അപ്പോൾ ആ കുഞ്ഞു ശിഷ്യൻ്റെ മറുപടി അതിഭയങ്കരമായ പ്രകാശം നിറഞ്ഞൊരു ഉത്തരവായിരുന്നു. അയ്യോ ഗുരുവേ, അങ്ങ് വീഴാതിരിപ്പാനല്ല, മറിച്ച് ഞാൻ വീണു പോകാതിരിപ്പാനാണ്. ഗുരു ഒരു നിമിഷം ഒന്ന് നിന്നിട്ടുണ്ടാവും. ഒരിക്കലും അല്ല ഗുരു, അങ്ങ് വീഴാതിരിപ്പാനല്ല, മറിച്ച് ഈ ചെറുപ്പത്തിൽ ഞാൻ വീഴാതിരിപ്പാനാണ്. യേശു എന്ന് പറയുന്ന ആ വലിയ ഗുരുവിൻ്റെ കൈക്ക് പിടിച്ച് നടപ്പാനായിട്ട് ഒരു ശ്രമം നമ്മളിൽ ആവശ്യമാണ്. അവൻ എന്നെ എപ്പോഴും തൊട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു അനുഭവം, അവനെ എപ്പോഴും ഞാൻ തൊട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു അനുഭവം. ആൾക്കൂട്ടത്തിനിടയിൽ യേശു ചോദിച്ചില്ലേ, എന്നെ ആരോ ഇപ്പോൾ തൊട്ടു? രക്തസ്രാവ രോഗമുള്ളൊരു സ്ത്രീ ആൾക്കൂട്ടത്തിനകത്ത് തന്നെ വരാൻ പാടില്ലാത്തതാണ്. അവൾ എങ്ങനെയൊക്കെയോ നുഴഞ്ഞു കയറി ക്രിസ്തുവിൻ്റെ തൊട്ടടുത്തെത്തി. അവനെ തൊടാനുള്ള ഭയം, എന്നാൽ അവനിൽ നിന്ന് സൗഖ്യം കിട്ടണമെന്നുള്ള ആഗ്രഹം, അവൻ സൗഖ്യം തരുമെന്നുള്ള പരിപൂർണ വിശ്വാസം. വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും അതിരിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള അതിഭയങ്കരമായ ഭക്തിയും വിശ്വാസവും. അങ്ങനെ അവൾ വസ്ത്രത്തിൽ തൊട്ടു, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു. പെട്ടെന്ന് യേശു നിന്നു. ആൾക്കൂട്ടത്തിനിടയിൽ യേശു സ്തംഭിച്ചിട്ട് ചോദിച്ചു, എന്നെ ആരോ തൊട്ടു? പത്രോസിൻ്റെ മറുപടി നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, നിന്നെ ആരാണ് തൊടാത്തത്? ഈ ആൾക്കൂട്ടം മുഴുവൻ നിന്നെ തൊട്ട് ഉരുമിയാണ് കടന്നു പോവുക. ജീവിതത്തിൽ എത്ര തവണ ഞാൻ അവനെ തൊട്ടിട്ടുണ്ട്, അവനെ എടുത്തിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴാണ് യേശുവിനെ കൃത്യമായി മർമ്മത്തെ തൊടുന്ന ചോദ്യം വരിക, അല്ല, എന്നെ ശരിയായ വിധത്തിൽ ആരോ തൊട്ടു?
എന്നിൽ നിന്ന് ശക്തി പുറപ്പെടുകയും ചെയ്തു. ഇതുവരെയും അവനിൽ നിന്ന് ശക്തി പുറപ്പെടാത്തതും ആ ശക്തി എന്നിൽ കൃപയായിട്ട് വരാത്തതും അവൻ്റെ കുറവ് കൊണ്ടല്ല, അവൻ്റെ കൃപയുടെ കുറവ് കൊണ്ടുമല്ല, മറിച്ച് എൻ്റെ ഒരുക്കത്തിൻ്റെ കുറവ് കൊണ്ട് കൂടിയാണ്. പെട്ടെന്നാണ് പത്രോസിനത് പത്രോസിനെ അങ്ങേയറ്റം മൊത്തത്തിൽ നിശബ്ദനാക്കി കളഞ്ഞത്. പറഞ്ഞു പോയതിൽ ഇത്രയും വലിയ മണ്ടത്തരവും തോന്നി പുള്ളി സങ്കടപ്പെട്ട ഒരു നിമിഷവും കൂടിയായിരിക്കും. എല്ലാവരും നിന്നെ തൊടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു പോയില്ലേ? അപ്പോഴാണ് യേശു കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എല്ലാവരും തൊടുന്നുണ്ടാവാം, അത് തൊലിപ്പുറത്ത് മാത്രമാണ്. ആത്മാവിലേക്കൊന്ന് തൊടാനായിട്ട് അധികം ആളുകൾക്ക് പറ്റുന്നില്ല. ആത്മാവിലേക്ക് തൊടുന്ന ഒരാളെ ഞാനിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ത്രീപതിയെ ആ സമൂഹത്തിൽ വെളിപ്പെട്ട് വരുന്നുണ്ട്. ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, നിന്റെ വിശ്വാസമൊക്കെ നിന്നെ രക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് സ്ത്രീയെ ആശീർവദിക്കുന്നുണ്ട്. എന്നതുപോലെ അങ്ങനെ ഒന്ന് തൊടണം. അങ്ങനെ തൊടുകയും ഞാൻ അങ്ങേ തൊടുകയും ചെയ്യണം. അത് ഞാൻ വീഴാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണ്. ഉത്സവ പറമ്പുകളിലും പെരുന്നാളുകളിലുമൊക്കെ ചെറിയ കുട്ടികളെയും കൊണ്ട് അപ്പന്മാരിങ്ങനെ കാഴ്ചകളൊക്കെ കാണിച്ച് യാത്ര ചെയ്യും. പക്ഷേ ഒരു പെങ്കൊച്ച് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് പേടിയാണ്. കുറേ നേരമൊക്കെ അപ്പൻ ഇത് കേൾക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, ഇവിടെ ഒത്തിരി പേടിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാവാം, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ. പേടിയാന്ന് എപ്പോഴും ഈ കുഞ്ഞ് പറയുന്നുണ്ട്. എപ്പോഴോ കുഞ്ഞിൻ്റെ കാലിൽ ആ ചെരുപ്പിൻ്റെ വള്ളി അഴിഞ്ഞു പോവുകയും അത് വീഴാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അപ്പം പതിയെ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നാട കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അപ്പന് മനസ്സിലാവുക, കുഞ്ഞിൻ്റെ കാഴ്ചയുടെ ഒരു ലെവലിൽ നിന്ന് നോക്കുമ്പോൾ ആളുകളെയോ കാഴ്ചകളെയോ ഒന്നും കുഞ്ഞിന് കാണാൻ പറ്റുന്നില്ല. മറിച്ച് മനുഷ്യരുടെ മുട്ടിന് താഴോട്ടുള്ള ഒരു ഭാഗം മാത്രമൊക്കെ കാണുമ്പോൾ അതിങ്ങനെ ചലിച്ചിങ്ങനെ ചുറ്റും നടക്കുമ്പോൾ അതൊരു ഭീകര രൂപമായിട്ട് കുഞ്ഞിന് തോന്നി തുടങ്ങുന്നുണ്ട്. അതാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും അതാ സംഭവിച്ചത്. കുഞ്ഞിനെ കുറേയും കൂടെ ഒന്ന് ഉയർത്താനായിട്ട് അപ്പൻ അപ്പോൾ ശ്രമിക്കുക. അതിനടുത്ത് തോളി വെച്ച് കഴിയുമ്പോഴത്തേന് അതിന് മനുഷ്യരെ കാണാൻ പറ്റും, പുറത്തുള്ള വർണ്ണാർഭമായ എല്ലാ കാഴ്ചകളും കാണാനായിട്ട് പറ്റും. അങ്ങനെയാകുമ്പോൾ അന്ധകാരത്തിലോ അവ്യക്തതയിലോ ഒക്കെ ആയിരിക്കുന്ന ഒരാളെ ഒന്ന് ഉയർത്താനായിട്ട് യേശുവിനൊരു അവസരം കൊടുക്കണമെന്നുള്ളതാണ്. മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്, അവർ മരങ്ങളെ പോലെയോ മൃഗങ്ങളെ പോലെയോ ജീവനില്ലാത്തവരെ പോലെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ കുറച്ചു നേരം ഒന്ന് കൂടെ ഇരിക്കാതെ പോയത്. ഈ അടുത്ത കാലത്ത് കൽപ്പറ്റ നാരായണ മാഷിൻ്റെ കവിത വായിച്ചു. അമ്മ മരിച്ചു. മരണവുമൊക്കെ ബന്ധപ്പെട്ട് എന്തൊരു വലിയ വിചാരങ്ങളാണ് ആ എഴുത്തുകാരൻ കൈമാറുന്നത്. അത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഇനി അവർക്ക് വേണ്ടി ഞാൻ വാക്കുകളൊന്നും കരുതേണ്ടല്ലോ. അത് ഒറ്റ വരി വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകത്തില്ല. ഇനി അവർക്ക് വേണ്ടി ഞാൻ വാക്കുകളൊന്നും കരുതി സൂക്ഷിക്കേണ്ട, ഇനി അവർക്ക് വേണ്ടി ഞാൻ വിഭവങ്ങളൊന്നും ഒരുക്കേണ്ട, അവർക്ക് വേണ്ടി ഞാൻ ഇനി പറയാൻ നുണകളൊന്നും കരുതേണ്ട, അവരെന്നാ ഓർക്കുമെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ വരാനായിട്ട് ബന്ധപ്പെടേണ്ട. ഒരാൾ കടന്നു പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ആഘാതം മനസ്സിലാക്കാനായിട്ട് കടന്നു പോകേണ്ട, അതിന് മുമ്പ് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. പറഞ്ഞു വരുന്നത്, കുറേ കൂടി ഒരു വെളിച്ചത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരെ നമുക്ക് മനുഷ്യരായിട്ടും മനുഷ്യരെ നമുക്ക് ദൈവാംശമുള്ള ആളുകളായിട്ടും കാണാൻ പറ്റേണ്ടതാണ്. അങ്ങനെ പറ്റുമ്പോൾ, അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോൾ അതൊരു മൂല്യമുള്ള ജീവിതമായിട്ട് മാറും. പരിശുദ്ധ അമ്മ മറിയം, ഒപ്പമുള്ള മനുഷ്യർ. എലിസബത്താണ് ഏറ്റവും നല്ല ഉദാഹരണം. എലിസബത്ത് എന്ന് പറയുന്ന വാർദ്ധക്യത്തിൽ അമ്മയാകാൻ ഭാഗ്യം കിട്ടിയ ആ സ്ത്രീയെ സന്ദർശിക്കുക. ഒരു ചെറിയ പെൺകുട്ടിയാണ് മറിയം. എലിസബത്തിൻ്റെ ഒരു പ്രതികരണമാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ വന്നു, ഞാൻ വലിയ ഭാഗ്യമുള്ള ഒരാളാണ്. അപ്പോൾ അതാണ് സഭയും വിശ്വാസികളും വേദപുസ്തകമൊക്കെ മറിയത്തിന് നൽകുന്നത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ വന്നു. അപ്പോൾ യേശു നമ്മളെ സന്ദർശിക്കുകയും യേശുവിനെ നമ്മൾ സന്ദർശിക്കുകയും അവൻ്റെ ഒരു സ്പർശനം ആഗ്രഹിച്ച് മുമ്പിൽ ഇങ്ങനെ തൊഴുതു നിൽക്കുകയും ചെയ്യുമ്പോൾ ഓർക്കുക, ഒരു മധ്യസ്ഥത അവിടെ ആവശ്യമാണ്. മറിയമാണ് ആ ഒരു അമ്മയുടെ മധ്യസ്ഥതയുടെ ഒരു തണലിൽ പ്രകാശത്തിലൊക്കെ യേശുവിലേക്ക് എത്തുമ്പോഴേക്ക് ആ പണ്ട് ഞാൻ ഉത്സവകാലത്ത് പെരുന്നാൾ കാലത്ത് ഒരു ചെറിയ കുട്ടി തൻ്റെ ആ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് കണ്ട പേടിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ മാറി ഒക്കത്തെത്തുകയാണ്. മുതിർന്ന ഒരാളുടെ ഒക്കത്തെത്തുക. അവിടെ എത്തിക്കഴിയുമ്പോൾ കാഴ്ചകൾക്ക് കുറേ കൂടി ഭംഗിയുണ്ടാവും, വ്യക്തതയുണ്ടാവും. ഞാൻ കണ്ടിരുന്നു ഇതുവരെയും കാര്യങ്ങളെ, പക്ഷെ കാണേണ്ടതുപോലെ ആയിരുന്നില്ല. ഞാൻ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു, പക്ഷെ അത് ഒരു പ്രാർത്ഥനാനുഭവത്തിൽ അവയൊന്ന് അപഗ്രഥിച്ചെടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. യൗസേപ്പ് എന്ന് പറയുന്ന നീതിമാന പിതാവിനെ കൂടെ ഓർത്ത് ഈ വിചാരം നമുക്കൊന്ന് അവസാനിപ്പിക്കാം. യൗസേപ്പിന് ബോധ്യമായും ആ സ്ത്രീ ഗർഭം ധരിച്ചുവെങ്കിൽ അത് നല്ലതല്ലാത്ത വഴികളിലൂടെയാണ്. കാരണം ഭർത്താവ് എന്ന നിലയിൽ ഞാനറിയാതെയാണ് ഇത് സംഭവിച്ചതെങ്കിൽ പിന്നെ അതിനകത്തൊരു മറ്റൊരു വിചാരത്തിന് പ്രസക്തിയില്ല. അവൾ തികച്ചും തെറ്റിപ്പോയ ഒരു സ്ത്രീയാണ്. എന്തുകൊണ്ട് യൗസേപ്പ് ദൈവവുമായിട്ട് കൂടിയാലോചിച്ചു? ദൈവവുമായിട്ട് കൂടിയാലോചിക്കാൻ യൗസേപ്പ് മുതിർന്നപ്പോഴാണ്
ദൂതൻ യൗസേപ്പിന് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ അബദ്ധധാരണകൾ, എൻ്റെ ജീവിതത്തിലെ നിലപാടുകളിലെ അർത്ഥശൂന്യതകളൊക്കെ ഒന്ന് മാറാനായിട്ട് ദൈവവുമായിട്ടൊരു സംസർഗം ആവശ്യമാണ്. എടുക്കുന്ന മുഴുവൻ തീരുമാനങ്ങൾക്ക് മീതെയും അവൻ്റെ കർത്താവിൻ്റെ ഒരു ആശീർവാദം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് എനിക്ക് പറ്റണം. അങ്ങനെയാകുമ്പോൾ ഞാൻ കാഴ്ചയില്ലാത്ത അനുഭവത്തിൽ നിന്ന് കുറച്ചും കൂടി കാര്യങ്ങളെ കാണുന്ന ഒരു അനുഭവത്തിലേക്ക്, അഥവാ വ്യക്തമല്ലാത്ത വിധത്തിൽ കണ്ടിരുന്ന ഞാൻ കുറേ കൂടി വ്യക്തതയിലേക്ക് പ്രവേശിക്കും. അത്തരമൊരു കാഴ്ചയുടെ അനുഭവം കിട്ടാനായിട്ട് മുഴുവൻ മാസക്കാലവും പ്രാർത്ഥിപ്പാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.